പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെ ആദ്യം അകാലിദൾ നേതാവ് സുഖ്ബീർ സിംഗ് ബാദലിന് നേരെ വധശ്രമം. അക്രമി ബാദലിന് നേരെ വെടിവെച്ചത് സുവർണ ക്ഷേത്രത്തിനകത്തു വെച്ചാണ്. ബാദൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. നിരവധി കേസുകളിൽ പ്രതിയായ ആളാണ് ആക്രമണത്തിന് പിന്നിൽ എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അജയ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അജയ്, ഇന്നലെ നമുക്കറിയാം ഈ മതനേതൃത്വം, അതായത് സിഖ് നേതൃത്വം വിധിച്ച ശിക്ഷ അത് ക്ഷേത്രത്തിന്റെ ഉള്ളിൽ നടപ്പാക്കുകയായിരുന്നു ബാദൽ എന്നാണ് മനസ്സിലാകുന്നത്. ഇന്നലെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നതാണ്. രാജ്യവ്യാപകമായതുപോലെ ചർച്ചയൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഇതിനിടയിലാണ് ഈ അക്രമ സംഭവം. എന്താണ് നമുക്ക് ലഭിക്കുന്ന വിശദാംശങ്ങൾ? രഞ്ജിത്ത്, ഇന്ന് രാവിലെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ഈ ഗോൾഡൻ ടെമ്പിളിന് മുമ്പിൽ കാവൽ നിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ ഇദ്ദേഹത്തിന് നേരെ ഈ ഒരു ആക്രമണം ഉണ്ടാകുന്നത്. അക്രമി ഇപ്പോൾ വെടി ഉതിർക്കുകയും അപ്പോൾ അക്രമിയെ ഉടൻ തന്നെ ഈ ആളുകൾ കീഴ്പ്പെടുത്തിയാണ് പോലീസിനെ ഏൽപ്പിച്ചത്. നാരായൺ സിംഗ് ചൗഹാൻ എന്ന് പറയുന്ന ദാൽ ഖൽസ എന്ന് പറയുന്ന സംഘടനയുടെ നേതാവാണ് ഇപ്പോൾ നിലവിൽ അറസ്റ്റിലായിട്ടുള്ളത്. ഇദ്ദേഹം എന്തിനാണ് ഈ വെടി ഉതിർത്തത് തുടങ്ങിയിട്ടുള്ള ഈ അക്രമത്തിലേക്ക് ഇദ്ദേഹത്തെ പ്രചോദിപ്പിച്ച കാരണം ഇത് ഉൾപ്പെടെ ഇപ്പോൾ നിലവിൽ വ്യക്തമാക്കിയിട്ടില്ല. ഇപ്പോൾ ഈ സുഖ്ബീർ സിംഗ് ബാദൽ അദ്ദേഹം മുൻപ് അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഉപമുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് മതപരമായിട്ടുള്ള ചില തെറ്റുകൾ ചെയ്യുകയും അതുപോലെ ചില കുറ്റവാളികൾക്ക് ശിക്ഷാ ഇളവ് നൽകുകയും ചെയ്തു എന്ന് ആരോപിച്ചാണ് ഈ സിഖുകാരുടെ ഉയർന്ന മതസംഘടനയായിട്ടുള്ള അകാൽ തഖ്ത് ഇത്തരത്തിൽ ഇദ്ദേഹത്തിന് ശിക്ഷ വിധിച്ചത്. ഇദ്ദേഹത്തിന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരനും സമാനമായിട്ടുള്ള രീതിയിൽ ഈ ശിക്ഷ വിധിച്ചിരുന്നു. ഇതിന് പിന്നാലെ അദ്ദേഹം ഇപ്പോൾ കഴുത്തിൽ പ്ലക്കാർഡ് തൂക്കിക്കൊണ്ട് അതുപോലെ കയ്യിലൊരു കുന്തവുമായിട്ട് ഇന്നലെ ഈ ഗോൾഡൻ ടെമ്പിളിന് മുമ്പിൽ കാവൽ നിൽക്കുന്ന ചിത്രങ്ങൾ വൈറലായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ഗോൾഡൻ ടെമ്പിളിനകത്ത് ഈ പാത്രങ്ങൾ വൃത്തിയാക്കുന്ന വീഡിയോകൾ അതുപോലെ ഇതെല്ലാം പുറത്തു വന്നിരുന്നു. ഈ ഇപ്പോൾ സുവർണക്ഷേത്രം മാത്രമല്ല, ഇതുപോലെ തന്നെ സിഖുകാരുടെ പ്രധാനപ്പെട്ട ആരാധനാലയങ്ങളിലെല്ലാം സേവനം നടത്താനാണ് നിലവിൽ ശിക്ഷ വിധിച്ചിരുന്നത്. അദ്ദേഹം തന്റെ ശിക്ഷ ഈ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു വെടിവെപ്പ് നിലവിൽ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ബ്ലൂ സ്റ്റാർ ഓപ്പറേഷന് ശേഷം ഈ സുവർണക്ഷേത്രത്തിലേക്ക് വീണ്ടും തോക്കും ഇത്തരത്തിലൊരു അനിഷ്ട സംഭവങ്ങൾ കടന്നു വന്നിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഈ നാരായൺ സിംഗ് ചൗഹാൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം എന്തിനാണ് ഈ വെടിയുതിർത്തത് എന്നുള്ള കാര്യം വ്യക്തമല്ല. ഇപ്പോൾ ആളുകളാണ് അദ്ദേഹത്തെ ഓടിക്കൂടി അവിടെ ചുറ്റും കൂടിയിരുന്ന ആളുകൾ അയാളെ കീഴ്പ്പെടുത്തി പോലീസിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല സുവർണക്ഷേത്രത്തിൽ കാവൽ നിന്നിരുന്ന പോലീസും പിന്നെ മറ്റ് സൈനിക ഉദ്യോഗസ്ഥരും പെട്ടെന്ന് തന്നെ സംഭവ സ്ഥലത്തേക്ക് എത്തുകയും ഈ ആളെ കസ്റ്റഡിയിൽ എടുക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു ആശ്വാസകരമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ഈ വെടിവെപ്പിൽ നിലവിൽ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ ബാദലിന് ഇപ്പോൾ പരിക്കും ഏറ്റിട്ടില്ല. അദ്ദേഹം സുരക്ഷിതനാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ കാര്യത്തിൽ ഇനി കൂടുതൽ അന്വേഷണം ഉൾപ്പെടെ ഈ പ്രതിയെ ചോദ്യം ചെയ്താൽ ഉൾപ്പെടെ ആയിരിക്കും ഇനി കൂടുതൽ വിവരങ്ങൾ ഇക്കാര്യത്തിൽ പുറത്തു വരിക. രഞ്ജിത്ത്, ഈ സിഖ് നമുക്കറിയാം, സിഖ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഏറെ സങ്കീർണമാണ്. സുവർണക്ഷേത്രവുമായൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നേരത്തെ നടന്നിട്ടുള്ള അക്രമ സംഭവങ്ങളും മറ്റും. ഇങ്ങനൊരു കാര്യം കൂടി വരുമ്പോൾ അതിന്റെ പ്രസക്തി പുതിയ സാഹചര്യത്തിൽ വലുതാണ്. കാരണം ഈ അകാലിദൾ രാഷ്ട്രീയത്തിന്റെ ഒരു തകർച്ച പഞ്ചാബിൽ സമീപകാലത്ത് കണ്ടിരുന്നു. അവിടെ നിന്നാണ് ഈ ബാദൽ മത വിഷയങ്ങളിൽ ഇത്തരത്തിലുള്ള ശിക്ഷാവിധി ഏറ്റെടുക്കുകയും അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയും ചെയ്തത്. ഈ സമുദായത്തിനുള്ളിൽ ഈ ബാദലിന് എതിരെ ഉണ്ടാകുന്ന എതിർപ്പ് ഇത്തരമൊരു ആക്രമണത്തിന് കാരണമായി എന്ന് നമുക്ക് സ്ഥിരീകരിക്കാനാകുമോ? എന്തുകൊണ്ടാണ് അക്രമി ഇങ്ങനെയൊരു കൃത്യത്തിലേക്ക് പോയത് എന്നതിൽ എന്തെങ്കിലും വ്യക്തതയുണ്ടോ? മതപരമായിട്ടുള്ള കാരണങ്ങൾ തന്നെയാകും ഇതിലേക്ക് ഈ നയിച്ചിട്ടുണ്ടാവുക. പ്രധാനമായിട്ടും അദ്ദേഹം ഈ ഭരണത്തിലിരുന്ന സമയത്ത് ദേര സച്ചാദ് ദൗര തലവനായിട്ടുള്ള ഗുർമീത് റാവു സിംഗിന് ശിക്ഷാ ഇളവ് ഉൾപ്പെടെ നൽകിയിരുന്നു. അതുമാത്രമല്ല, മതപരമായിട്ടുള്ള പല തെറ്റുകളും ഇദ്ദേഹത്തിന് ബാദലിന്റെ ഭാഗത്തു നിന്ന് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് അയാൾക്കെതിരെ ഉയർന്നിട്ടുള്ള പ്രധാനപ്പെട്ട ആരോപണങ്ങൾ എന്ന് പറയുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ ശിക്ഷ ഈ കടുത്ത രീതിയിലൊരു ശിക്ഷ വിധിക്കുകയും ഇദ്ദേഹം ഈ ശിക്ഷ നടപ്പിലാക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ ഉപമുഖ്യമന്ത്രിയായിരുന്നിട്ടും ഈ ഉപമുഖ്യമന്ത്രിയായിരുന്ന ആൾ വീൽ ചെയറിൽ ഈ സുവർണക്ഷേത്രത്തിന് മുൻപിൽ കുന്തവും അതുപോലെ തന്നെ കഴുത്തിൽ പ്ലക്കാർഡുമായിട്ട് ഇത്തരത്തിലൊരു കാവൽ നിൽക്കുന്ന ദൃശ്യങ്ങൾ തന്നെ വലിയ രീതിയിലൊരു ചർച്ചയ്ക്ക് വഴിവെച്ചിരുന്നു. ഇപ്പോൾ എന്തായാലും നിലവിൽ ഉണ്ടായിട്ടുള്ള ഈ വെടിവെപ്പ് ഈ സംഭവം അത് അകാലിദൾ ഉൾപ്പെടെയുള്ള ഈ രാഷ്ട്രീയ പാർട്ടികൾ അത് ഈ പഞ്ചാബ് പൊളിറ്റിക്സിൽ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും ഉണ്ടാവുക എന്നുള്ളതൊക്കെ ഇനി സമീപ ദിവസങ്ങളിൽ തീർച്ചയായിട്ടും നിർണായകം തന്നെയാണ്. ഈ അകാലിദൾ ഉൾപ്പെടെ അവർക്ക് ഒരു ശക്തി ഇപ്പോൾ നിലവിൽ കുറഞ്ഞിരിക്കുന്ന ഒരു ഘട്ടം
ഘട്ടത്തിൽ ഈ ഒരു വെടിവെപ്പ് ഇതിലൂടെ എന്തൊക്കെ മാറ്റങ്ങൾ അതിൽ ഉണ്ടാകും എന്നുള്ള കാര്യവും തീർച്ചയായിട്ടും ഒരു നിർണായകം തന്നെയാണ്. ഈ പ്രതിയെ നാരായൺ സിംഗിനെ ഇനി എന്തായാലും തീർച്ചയായിട്ടും ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഇതിൻ്റെ മോട്ടീവ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വരികയുള്ളൂ. നിലവിൽ ഈ മതപരമായിട്ടുള്ള കാരണങ്ങൾ തന്നെയാകാം ഇയാളെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചിട്ടുള്ളത് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്ന വിവരം. കഴിഞ്ഞ ദിവസം ഇദ്ദേഹം ഇത്തരത്തിൽ ഈ പാത്രങ്ങൾ കഴുകുന്നതും അതുപോലെ തന്നെ ശൗചാലയങ്ങൾ വൃത്തിയാക്കുന്നത് ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ മാത്രമല്ല അജയ് 2 ദിവസം കഴുത്തിൽ പ്ലക്കാർഡ് ധരിക്കണം, കയ്യിൽ കുന്തം കരുതണം എന്നീ ശിക്ഷകളൊക്കെ ഉണ്ടായിരുന്നു. ഒപ്പം ഈ ബാദലിന്റെ അകാലിദൾ മന്ത്രിസഭയിൽ അംഗങ്ങളായിരുന്നവർക്കും അകാൽ തഖ്ത് ശിക്ഷ പ്രഖ്യാപിച്ചിരുന്നു. നമുക്കറിയാം ഇതൊക്കെ അവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, വലിയ ചർച്ചാ വിഷയമായ കാര്യമാണ്. ബാദൽ പൊളിറ്റിക്സ് പഞ്ചാബ് രാഷ്ട്രീയത്തിലൊക്കെ ഇത് വലിയ ചർച്ചയായ ഒരു വിഷയം കൂടിയാണ്. അവിടെയാണ് ഇത്തരത്തിലൊരു സംഭവം കൂടി ഉണ്ടാകുമ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ അവിടെ രൂക്ഷമാവുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. പാത്രങ്ങൾ കഴുകണം, അമൃത്സറിലെ സുവർണ്ണ ക്ഷേത്രത്തിന്റെ പ്രവേശന ഈ ദൃശ്യങ്ങൾ നമുക്ക് പ്രേക്ഷകർക്കായി കാണിക്കാം. ഇതാണ് ആ ദൃശ്യങ്ങൾ. അക്രമിയെ പിടികൂടി കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണിതെന്ന് മനസ്സിലാകുന്നു. ഇയാളാണ് വെടിവെച്ചത്. ബാദലിന്റെ ചിത്രങ്ങളും വീഡിയോകളും മറ്റും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ഇതിനിടയിലാണ് സുവർണ്ണ ക്ഷേത്രത്തിനുള്ളിൽ വെച്ച് ഇത്തരമൊരു വധശ്രമം ഉണ്ടായത് എന്നുള്ളതാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. അല്പം മുമ്പാണ് സുവർണ്ണ ക്ഷേത്രത്തിനുള്ളിൽ വെച്ച് വധശ്രമം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ മതസംഘടന വിധിച്ച ശിക്ഷ അത് സുവർണ്ണക്ഷേത്രം അടക്കമുള്ള ഗുരുദ്വാരകളിലെ അടുക്കളയും ശുചിമുറികളും വൃത്തിയാക്കണം, 2 ദിവസം കാവൽ നിൽക്കണം, കഴുത്തിൽ പ്ലക്കാർഡ് ധരിക്കണം, കയ്യിൽ കുന്തം കരുതണം, കൂടാതെ 1 മണിക്കൂർ കീർത്തനങ്ങളും ആലപിക്കണം തുടങ്ങിയ ശിക്ഷകളായിരുന്നു അകാൽ തഖ്ത് ബാദലിന് മേൽ ചുമത്തിയത്. അത് ബാദലിന്റെ ഭാര്യ സഹോദരനും അകാലിദൾ നേതാവുമായിരുന്ന ബിക്രം സിംഗ് മഹിത്യയ്ക്കും അകാൽ തഖ്ത് ശിക്ഷ വിധിച്ചിരുന്നു. സുവർണ്ണ ക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ കഴുകി വൃത്തിയാക്കാനാണ് ബിക്രം സിംഗിന് ശിക്ഷ വിധിച്ചിരുന്നത്. കുറ്റങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് ബാദൽ മാപ്പ് അപേക്ഷിച്ചതും നമ്മൾ കണ്ടതാണ്. ചൊവ്വാഴ്ച 12 മുതൽ 1 മണി വരെ ശുചിമുറികൾ വൃത്തിയാക്കാനായിരുന്നു ഇന്നലെ ഇവർക്കുള്ള നടപടിയായി ഉണ്ടായിരുന്നത്. ഒപ്പം ഫർ ഈ ക്യാം എന്ന ബഹുമതി, സമൂഹത്തിന്റെ അഭിമാനം എന്ന നിലയിൽ നൽകിയ ഈ ബഹുമതി എടുത്തു കളയാനും തീരുമാനമുണ്ടായിരുന്നു. അതായത് ഈ ബാദലിന്റെ ഇപ്പോൾ വെടിയേറ്റ ബാദലിന്റെ സുഖ്ബീർ സിംഗ് ബാദലിന്റെ പിതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന പ്രകാശ് സിംഗ് ബാദലിനാണ് അത്തരത്തിലൊരു ബഹുമതി നൽകിയിരുന്നത്. അതും എടുത്തു കളഞ്ഞു. 2007-2017 കാലത്തെ അകാലിദൾ ഭരണത്തിലുണ്ടായ സർക്കാരിന്റെയും പാർട്ടിയുടെയും മതപരമായ തെറ്റുകളെ മുൻനിർത്തിയാണ് ബാദലിനെ ഇത്തരത്തിൽ ശിക്ഷിച്ചിരുന്നത്. സിഖ് മത നിയമപീഠം തെറ്റുകാരെന്ന് വിധിച്ചതിന് പിന്നാലെ സുഖ്ബീർ സിംഗ് ബാദൽ ശിരോമണി അധ്യക്ഷസ്ഥാനം രാജിവെച്ചതും നമ്മൾ കണ്ടതാണ്. ഇതിനിടയിലാണിതാ ഈ അക്രമി ബാദലിനെ വെടിവെച്ചത് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഏതായാലും ബാദൽ ഇപ്പോൾ പരിക്കേറ്റിട്ടില്ല എന്നുള്ള വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. വെടി ഉതിർത്തതിന് ശേഷം ബാദലിനെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇത് മറ്റെന്തെങ്കിലും തരത്തിലുള്ള സംഘർഷത്തിന് കാരണമായിട്ടുണ്ടോ? കാരണം നമുക്കറിയാം വളരെ അവിടുത്തെ ബാദൽ രാഷ്ട്രീയം എന്ന് സിഖ് രാഷ്ട്രീയം എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവാണ്. ഒരുപാട് അക്രമ സംഭവങ്ങൾക്ക് നേരത്തെ പറഞ്ഞ ഭീതിയായിട്ടുള്ള സ്ഥലമാണ്. ഇത് ഇയാളുടെ ലക്ഷ്യമൊക്കെ പുറത്തു വരുമ്പോഴേക്കും എന്താണ് സംഭവിക്കുക എന്നുള്ളത് കാര്യങ്ങൾ മാറി മറിഞ്ഞേക്കാം. സുരക്ഷാ ക്രമീകരണങ്ങളും മറ്റും കൂട്ടിയിട്ടുണ്ടോ അവിടെ? നിലവിൽ പോലീസിനെ ഈ സ്ഥലത്ത് ഈ ആക്രമണം നടന്ന സ്ഥലത്ത് കൂടുതലായിട്ട് വിന്യസിച്ചിട്ടുണ്ട്. ആളുകളും ഒരുപാട് ഇവിടേക്ക് തടിച്ചു കൂടിയിട്ടുണ്ട്. പ്രധാനമായിട്ടും ആളുകൾ തന്നെയാണ് ഈ കൂടിച്ചേർന്ന് നാരായൺ സിംഗ് ചൗഹാനെ പിടികൂടി ഈ പോലീസിനെ ഏൽപ്പിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രധാനമായിട്ടും ഈ ആളുകൾക്കിടയിൽ മറ്റ് കലാപം പോലെയുള്ള ഒന്നും പുറപ്പെടാതിരിക്കാൻ വേണ്ടി പ്രത്യേകം പോലീസ് അവിടെ കൂടുതൽ വിന്യസിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ള വിവരം. ഇത്തരത്തിൽ സുരക്ഷാ നടപടികൾ കൂടുതൽ കർശനമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം ഇപ്പോൾ നാരായൺ സിംഗ് ചൗഹാൻ ഈ വെടിവയ്പ്പിനുണ്ടായിട്ടുള്ള കാരണം ഈ മതപരമായിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ് എന്നാണ് വിലയിരുത്തുന്നത്. ഇപ്പോൾ ബാദൽ ഇത്തരത്തിൽ താൻ ചെയ്തിട്ടുള്ള കുറ്റങ്ങൾ ഏറ്റു പറയുകയും അതിനെ മാപ്പ് പറയുകയും എല്ലാം ഉൾപ്പെടെ ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഈ ശിരോമണി അകാലിദൾ അധ്യക്ഷസ്ഥാനം ഉൾപ്പെടെ രാജിവെച്ചിരുന്നു. അതുപോലെ തന്നെ മതസംഘടന അദ്ദേഹത്തിൻ്റെ പിതാവിന് ഉൾപ്പെടെ നൽകിയിട്ടുള്ള ഫറി ക്യാം ബഹുമതി അത് എടുത്തു കളയുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടന്നിരുന്നു. അപ്പോൾ
ഇത്തരത്തിൽ കടുത്ത നടപടികളാണ് ഇദ്ദേഹത്തിനെതിരെയും അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ, ഭാര്യ, സഹോദരൻ ഉൾപ്പെടെ വിധിച്ചത്. അപ്പോൾ ഈ ഒരു ശിക്ഷാവിധിക്ക് പിന്നാലെ കടുത്ത വിമർശനവും ഈ ഒരു ബാദൽ പരിവാറിനെതിരെ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു അദ്ദേഹത്തിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങൾ വന്നിട്ടുള്ള വളരെ രോക്ഷകരമായിട്ടുള്ള പ്രതികരണങ്ങളും അതുപോലെ തന്നെ ഇവിടെ ഇത്തരത്തിൽ ഈ മതപരമായിട്ടുള്ള ആളുകൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഇത്തരത്തിലുള്ള രോഷവും അതുതന്നെയായിരിക്കണം ഇത്തരത്തിൽ ഈ നാരായൺ സിംഗിനെ ഈ ഒരു വെടിവയ്പ്പിലേക്ക് എത്തിച്ചത്. നിലവിൽ പരിക്കേറ്റിട്ടില്ല അദ്ദേഹത്തിന്. അദ്ദേഹം ഈ കാവൽ നിൽക്കുന്ന ഇന്നലെ ഇപ്പോൾ ഉച്ചയ്ക്കായിരുന്നു ഇത്തരത്തിൽ ഈ സുവർണക്ഷേത്രത്തിനകത്ത് പാത്രങ്ങൾ വൃത്തിയാക്കാനും അതുപോലെ തന്നെ ശൗചാലയം വൃത്തിയാക്കാനും ഉൾപ്പെടെയുള്ള ശിക്ഷയുണ്ടായിരുന്നത്. ഇന്ന് രാവിലെ ഈ ശിക്ഷയുടെ തുടർച്ചയെന്നോണം സുവർണക്ഷേത്രത്തിന് കാവൽ നിൽക്കുകയായിരുന്നു. ഇന്നലെ രാവിലെ നമ്മൾ കണ്ടതുപോലെ അദ്ദേഹം ഇപ്പോൾ കഴുത്തിൽ പ്ലക്കാർഡും അതുപോലെ തന്നെ കയ്യിൽ കുന്തവുമായിട്ടാണ് കാവൽ നിന്നിരുന്നത്. അദ്ദേഹം തൻ്റെ വീൽ ചെയറിലെത്തി, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും വീൽ ചെയർ എത്തിയാണ് അദ്ദേഹം ഇത്തരത്തിലൊരു കാവൽ നിന്നിരുന്നത്. ഈ അക്രമിയുടെ വെടി അദ്ദേഹത്തിന് കൊണ്ടിട്ടില്ല, അദ്ദേഹം സുരക്ഷിതൻ തന്നെയാണ്. ആളുകൾ പെട്ടെന്ന് തന്നെ ഈ അക്രമിയെ കീഴ്പ്പെടുത്താൻ സാധിച്ചത് അത് വലിയ രീതിയിലൊരു ഗുണം ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് മറ്റ് സംഘർഷങ്ങൾ ഉണ്ടാകാതെ ഈ ഒരു വിഷയം അത് കുറച്ചുകൂടി നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിച്ചതും. ഇപ്പോൾ നിലവിൽ പോലീസ് കസ്റ്റഡിയിൽ തന്നെയാണ് ഈ അക്രമി. അദ്ദേഹത്തെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി കൂടുതൽ വരും മണിക്കൂറുകളിൽ മറ്റു വിവരങ്ങൾ പുറത്തു വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. രഞ്ജിത്ത്, ഈ സുഖ്ബീർ സിംഗ് ബാദൽ നേരെ വെടിയുതിർത്തത് ഖലിസ്ഥാൻ അനുകൂല സംഘടനാ അംഗം നാരായൺ സിംഗ് ചോർഹ. ഖലിസ്ഥാൻ വാദിയാണ്, ഖലിസ്ഥാൻ അനുകൂല സംഘടനയുടെ പ്രവർത്തകനാണ് എന്നുള്ള വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഖലിസ്ഥാൻ വാദവുമൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ പരമാധികാരത്തെ, രാജ്യത്തെ എത്രത്തോളം ഭീഷണിപ്പെടുത്തുന്നു എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. കാനഡയുമായൊക്കെ ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ ഈ ഘട്ടത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഈ അക്രമി ഖലിസ്ഥാൻവാദിയാണ്, ഖലിസ്ഥാൻ അനുകൂല സംഘടനാ അംഗം നാരായൺ സിംഗ് ചോർഹയാണ് എന്ന വിവരം കൂടി ഈ ഘട്ടത്തിൽ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഈ സിഖുകാരുടെ പരമോന്നത സംഘടനയായ അകാൽ തഖ്ത് വിധിച്ച ശിക്ഷയുടെ ഭാഗമായാണ് സുവർണക്ഷേത്രത്തിൽ ബാദൽ ഉണ്ടായിരുന്നത്. ഗുരുദ്വാരകളും അടുക്കളകളും ശുചിമുറികളും വൃത്തിയാക്കണം എന്നിവയായിരുന്നു ശിക്ഷ വിധിച്ചിരുന്നത്. ഇത് ചെയ്യുന്നതിനിടെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു അക്രമ സംഭവം അരങ്ങേറുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ അക്രമിയെ വളരെ പെട്ടെന്ന് തന്നെ, നേരത്തെ അജയ് പറഞ്ഞതുപോലെ, ഈ അക്രമിയെ വളരെ പെട്ടെന്ന് തന്നെ കീഴ്പ്പെടുത്താൻ കൂടെയുള്ളവർക്ക് സാധിച്ചു എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏതായാലും ഈ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി കാണാം, പരിഭ്രാന്തരായ ബാദൽ അനുകൂലികളെയാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത്. അവരൊക്കെ ആകെ പെട്ടെന്നൊരു ഞെട്ടലായിരുന്നു. കാരണം ഇങ്ങനെ ഈ സുവർണക്ഷേത്രത്തിനുള്ളിൽ പല ചരിത്രങ്ങളുള്ള ഒരു ക്ഷേത്രമാണ് സുവർണക്ഷേത്രം. ഇതിനുള്ളിൽ വീണ്ടും ഇത്തരമൊരു സംഭവം ഉണ്ടാകുമെന്ന കാര്യത്തിൽ അവർക്ക് അതൊരു വ്യക്തത ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ അതൊരു അപ്രതീക്ഷിതമായ ഒരു സംഭവമായി തന്നെ ഇതിനെ കാണുകയും വേണം. ഏതായാലും വലിയ സംഭവമായി ഇത് മാറുകയാണ്. ഇപ്പോൾ അക്രമിയെ പിടികൂടിയിട്ടുണ്ട് എങ്കിൽ പോലും സുരക്ഷ കൂട്ടിയിട്ടുണ്ട് ആ മേഖലയിൽ എന്നാണ് മനസ്സിലാകുന്നത്. പഞ്ചാബിന്റെ വിവിധ ഭാഗങ്ങളിൽ ജാഗ്രത പുലർത്താനും നിർദ്ദേശമുണ്ട് എന്ന വിവരം കൂടി ഈ പുറത്തു വരുന്നുണ്ട്. ക്ഷേത്ര കവാടത്തിൽ വെച്ചാണ് ഈ വെടിവെപ്പ് ഉണ്ടായത് എന്ന വിവരം കൂടി പുറത്ത് വരുന്നുണ്ട്. ഏതായാലും ഈ അക്രമിയെ സുരക്ഷാ ഉദ്യോഗസ്ഥരും പ്രവർത്തകരും ചേർന്ന് പിടികൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണുന്ന. ഈ പ്ലക്കാർഡും കുന്തവും ഒക്കെയായി ക്ഷേത്രത്തിന് കാവലിരിക്കുക 2 ദിവസം എന്നുള്ള ഒരു ശിക്ഷാവിധി കൂടി നൽകിയിരുന്നു. 2017 വരെയുള്ള ഭരണകാലത്ത്, ബാദൽ ഭരണകാലത്ത്, അകാലിദൾ ഭരണകാലത്ത് മതപരമായി ചെയ്ത തെറ്റുകളുടെ കൂടി ശിക്ഷയാണ് ഇത്തരത്തിലുള്ളത് എന്നതുകൂടി മനസ്സിലാക്കണം. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഗുരുദ്വാരകളും ശുചിമുറികളും ഒക്കെ വൃത്തിയാക്കി കഴുത്തിൽ പ്ലക്കാർഡ് ധരിച്ച് ഇരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു വെടിവെപ്പ് ഉണ്ടായത്. ഇതിനെ മറ്റു തരത്തിൽ കൂടി നമുക്ക് ഈ അക്രമിയുടെ ലക്ഷ്യം മറ്റു പലതായിരിക്കാം എന്നുകൂടി വ്യാഖ്യാനിക്കാമല്ലോ അജയ്. കാരണം ഈ മതപരമായ തെറ്റുകൾക്ക് ഇവരുടെ പരമോന്നത സംഘടന ശിക്ഷ വിധിച്ചു എങ്കിൽ പോലും ബാദൽ ഭരണകാലത്തുണ്ടായ നിരവധി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ആ സമുദായത്തിനുള്ളിൽ തന്നെ ഒരുപാട് എതിർപ്പുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. തുടർന്ന് അകാലിദൾ അപ്രസക്തമാകുന്ന നിലയിലേക്ക് പോലും കാര്യങ്ങൾ എത്തുകയാണ്. അവിടെ കോൺഗ്രസും ആം ആദ്മിയും BJPയും ഒക്കെയാണ് ആ കളം പിടിച്ചത്. അങ്ങനെ സംഘടനാപരമായ കാര്യങ്ങൾ ഉണ്ടാകാം, ഒപ്പം മതപരമായ ചില എതിർപ്പുകളും ബാദൽ നേരെ ഉണ്ടാകാം, അല്ലേ അജയ്? തീർച്ചയായിട്ടും ഇപ്പോൾ നിലവിൽ ഉണ്ടായിട്ടുള്ള ഈ ആക്രമണം ഒരു രാഷ്ട്രീയ വടംവലിക്ക് കാരണമാകും എന്നുള്ള വിഷയത്തിൽ ഒരു സംശയവുമില്ല. നിലവിൽ ഇപ്പോൾ BJP ഇപ്പോൾ ഭരണപക്ഷമായിട്ടുള്ള AAPക്ക് നേരെ ശക്തമായിട്ടുള്ള ആരോപണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഖാലിസ്ഥാൻ അനുകൂല സംഘടനയായിട്ടുള്ള ദാൽ ഖൽസയുടെ അംഗമാണ് ഈ നാരായൺ സിംഗ് ചൗഹാൻ എന്ന് പറയുന്നത്. ഈ ദാൽ ഖൽസ ഇത്തരത്തിലൊരു ആക്രമണം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ കാരണം അത് ആം ആദ്മി പാർട്ടി ക്ഷേത്രത്തിന് മുൻപിൽ നടപ്പിലാക്കിയിട്ടുള്ള സുരക്ഷയുടെ പോരായ്മയാണ്. ഇത് ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ആഭ്യന്തര രംഗത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു കടുത്ത വീഴ്ചയാണെന്ന് BJP ഇതിനോടകം തന്നെ പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയം തീർച്ചയായിട്ടും ആം ആദ്മി പാർട്ടിക്കും അതുപോലെ തന്നെ BJPക്കും ഇടയിലുള്ള വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ തർക്കങ്ങൾക്കും കോളിളക്കങ്ങൾക്കും ചിലപ്പോൾ ഇത്
ഈ ഒരു വിഷയം അത് വഴിവെച്ചേക്കാം. എന്തായാലും ഈ നാരായൺ സിംഗ് ചൗഹാൻ അദ്ദേഹം ഇപ്പോൾ നിലവിൽ പ്രവർത്തിച്ചിരുന്നത് ദാൽ ഖൽസയുടെ ഭാഗമായിട്ടാണ്. ഈ സംഘടനയ്ക്ക് ഖാലിസ്ഥാൻ അനുകൂല ഒരു സംഘടനയാണെന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. അപ്പോൾ ഈ മതപരമായിട്ടുള്ള തീവ്ര മത ചിന്താഗതികൾ വെച്ച് പുലർത്തുന്ന ഈ സംഘടനയിലെ ഈ അംഗം ഇത്തരത്തിലൊരു വെടിവെയ്പ്പ് നടത്തുമ്പോൾ അത് തീർച്ചയായിട്ടും ഈ മതപരമായിട്ടുള്ള തെറ്റുകളുടെ ഭാഗമായിട്ട് ഈ ശിക്ഷ അനുഭവിക്കുന്ന ആ ഒരു മതപരമായിട്ടുള്ള വിഷയം തന്നെയാകണമെന്നാണ് പോലീസിന്റെ ഒരു നിഗമനം എന്ന് പറയുന്നത്. എന്തായാലും പ്രതിയെ ഇപ്പോൾ നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ്, ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ചോദ്യം ചെയ്ത് കഴിഞ്ഞാലാകും കൂടുതൽ വിവരങ്ങളെല്ലാം വ്യക്തമാവുക. ഈ ഇപ്പോൾ നിലവിൽ ബാദലിന് ചുറ്റും മറ്റ് ക്ഷേത്ര അധികാരികളും അതുപോലെ തന്നെ മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരും കൂടുതലായി ഈ സംഭവം നടക്കുമ്പോഴുണ്ടായിരുന്നു. അപ്പോൾ അവരും ഇപ്പോൾ നിലവിൽ ഈ നേതാവിനെ സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഈ ക്ഷേത്രം അധികാരികളുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം ഉൾപ്പെടെ വരാനുണ്ട്. അവരുൾപ്പെടെ ഈ സ്ഥലത്ത് ഉണ്ടായിരുന്നപ്പോൾ ഇത്തരമൊരു സംഭവം നടന്നത്. ആളുകളാണ് ഓടിക്കൂടി ഈ ഒരു അക്രമിയെ നാരായൺ സിംഗിനെ കീഴ്പ്പെടുത്തി പോലീസിനെ ഏൽപ്പിച്ചത്. തോക്ക് പെട്ടെന്ന് തന്നെ അയാളുടെ കയ്യിൽ നിന്ന് കൈക്കലാക്കുകയായിരുന്നു ആളുകൾ. അയാളുടെ കയ്യിൽ നിന്ന് തട്ടിത്തെറിപ്പിച്ച് തോക്ക് ജനങ്ങൾ കൈക്കലാക്കി എന്നാണ് പ്രദേശത്ത് നിന്ന് വരുന്ന. അജയ് പറഞ്ഞതുപോലെ അവിടെ പ്രവർത്തകരുടെ വലിയ സാന്നിധ്യം ഉണ്ടായിരുന്നു, ഒപ്പം സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു, ക്യാമറ കണ്ണുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രവർത്തകർക്ക് വളരെ വേഗം ഈ അക്രമിയെ പിടിച്ചു മാറ്റാൻ സാധിച്ചു. ദൃശ്യങ്ങളിൽ കാണുന്നത് ആദ്യത്തെ വെടി പൊട്ടിച്ചപ്പോൾ തന്നെ ഈ അക്രമിയെ പിടിച്ചു മാറ്റാൻ പ്രവർത്തകർക്ക് സാധിച്ചു എന്നുള്ളതാണ്. തോക്ക് പിടിച്ചെടുക്കാൻ സാധിച്ചു എന്നുള്ളത്. അതുകൊണ്ടാണ് കൂടുതൽ ഗുരുതരമായ വിഷയങ്ങളിലേക്ക് കടക്കാതിരുന്നത് എന്നത് പ്രസക്തമാണ്. കാരണം ഒരു തവണ മാത്രമാണ് അയാൾക്ക് വെടിയുതിർക്കാൻ കഴിഞ്ഞത്. അത് പക്ഷേ ലക്ഷ്യം തെറ്റി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ബാദലിന് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായില്ല. പക്ഷേ കൂടുതൽ അവസരങ്ങൾ ലഭിച്ചിരുന്നുവെങ്കിൽ റിസൾട്ട് ഇതാകുമായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായും വധിക്കാൻ തന്നെയാണ്, വധശ്രമം തന്നെയാണ് ഉണ്ടായത്. ബാദലിനെ കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യം തന്നെയാണ് അക്രമിക്കുണ്ടായിരുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അവിടെ പ്രവർത്തകർ വളരെ പെട്ടെന്ന് ഇടപെടുകയും ഇയാളെ പിടിച്ചു മാറ്റുകയും മറ്റും ചെയ്തതാണ് ഈ സംഭവത്തിന്റെ ഗൗരവം അല്പമൊന്ന് കുറച്ചത് എന്നുള്ളതാണ്. പക്ഷെ അപ്പോഴും ഗൗരവം ഒട്ടും മാറുന്നില്ല എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ സുവർണക്ഷേത്രം പോലെ സിഖുകാർക്കൊക്കെ അതിവൈകാരികമായ ഒരു സ്ഥലത്ത് ഇത്തരമൊരു അക്രമ സംഭവം നടക്കുക എന്നുള്ളത് BJP അടക്കം ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറ്റപ്പെടുത്തി മുന്നോട്ട് വന്നിട്ടുണ്ട്. സർക്കാരിനെ അടക്കം ബാദലിന് ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയില്ല എന്നുള്ള പ്രധാനപ്പെട്ട വിമർശനമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. പക്ഷെ അപ്പോഴും ഈ സംഭവം അതിപ്പോൾ ഇത്തരത്തിൽ ഉണ്ടായതിന്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, മതപരമായ നിരവധി വിഷയങ്ങളുണ്ട്. നമുക്കറിയാം അജയ്, ഈ ബാദൽ രാഷ്ട്രീയം, ഈ അകാലിദൾ രാഷ്ട്രീയമൊക്കെ ഒരു സമയത്ത്, അതിനുശേഷം അകാലിദളിന്റെ ഒരു ഭാഗം വിഘടിച്ച് BJPയുടെ ഭാഗമാകുന്നതൊക്കെ നമ്മൾ പിന്നീട് കണ്ടതാണ്. ലയിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ രാഷ്ട്രീയമായി നോക്കിയാൽ ഇത് പഞ്ചാബിൽ മറ്റൊരു അസ്ഥിരതയ്ക്ക് കാരണമാകാനുള്ള സാഹചര്യമുണ്ട്. ഒരുപാട് കലാപങ്ങൾക്ക്, ഒരുപാട് പ്രശ്നങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു സംസ്ഥാനം കൂടിയാണ് പഞ്ചാബ്. അതിനെ നിയന്ത്രിക്കാൻ സർക്കാർ തലത്തിൽ ശക്തമായ പ്രവർത്തനങ്ങൾ ആം ആദ്മി സർക്കാരാണല്ലോ അവിടെ ഭരിക്കുന്നത്. അവർ സ്വാഭാവികമായും ആരംഭിച്ചു കാണുമല്ലോ. തീർച്ചയായിട്ടും നിലവിൽ ഈ പ്രദേശത്ത് സുരക്ഷ ശക്തമാക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. BJP ഇത് ഒരു വലിയ രാഷ്ട്രീയ ആയുധമായിട്ട് എടുത്ത് ഇനി വരും ദിവസങ്ങളിൽ ഉപയോഗിക്കാനുള്ള സാധ്യതകളുണ്ട്. പ്രധാനമായിട്ടും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ്. BJPക്ക് സംസ്ഥാനത്തുണ്ടായിരുന്ന സ്വാധീനം മുൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ താഴോട്ട് പോകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ അവർക്ക് കാര്യമായിട്ടുള്ള ഒരു സ്വാധീനം സംസ്ഥാനത്ത് ഉണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അകാലിദൾ വിഭാഗത്തിലുള്ള ആളുകളുടെ ആണെങ്കിലും അവരുടെ ഒരു പിന്തുണ നേടിയെടുക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വിഷയം ഇപ്പോൾ ബാദലിന് നേരെ ഉണ്ടായിട്ടുള്ള ഈ ആക്രമണം അത് വലിയ രീതിയിൽ ഒരു രാഷ്ട്രീയ ചർച്ചയായി ആം ആദ്മി പാർട്ടിയെ പ്രതിരോധത്തിലാക്കാൻ എന്തായാലും BJP ഇപ്പോൾ മുന്നോട്ട് വന്നേക്കാം. അതിൻ്റെ ഒരു തുടക്കം തന്നെയാണ് ഇപ്പോൾ ആഭ്യന്തരത്തിനെതിരെയുള്ള ഈ ഒരു വലിയ ആരോപണവും ഒരു ആക്ഷേപവുമായിട്ട് ഇപ്പോൾ BJP ഇപ്പോൾ ആദ്യ മണിക്കൂറിൽ തന്നെ രംഗത്തെത്തിയിട്ടുള്ളത്. പോലീസിൻ്റെയും അതുപോലെ തന്നെ ആഭ്യന്തര രംഗത്തിന്റെ വലിയൊരു വീഴ്ചയാണ് സംഭവിച്ചിട്ടുള്ളത് എന്നാണ് BJP നിലവിൽ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇതിന്റെ ഒരു പ്രത്യാരോപണങ്ങളെല്ലാം ഇനി വരും മണിക്കൂറുകളിലും അതുപോലെ വരും ദിവസങ്ങളിലും എല്ലാം നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ അക്രമിയെ പോലീസിന് പിടികൂടാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും രക്ഷപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ബാദലിന് പരിക്കേറ്റിട്ടില്ല എന്ന് പറയുന്ന ഒരു ശുഭകരമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ നിലവിലുണ്ട്. അതുകൊണ്ട് മറ്റ് കാര്യങ്ങളിൽ മറ്റ് ഒരു പ്രതിസന്ധിയിലേക്ക് ആം ആദ്മി പാർട്ടിക്ക് ഇപ്പോൾ
ഇപ്പോൾ എന്തായാലും എത്തിപ്പെടാൻ സാധ്യതയില്ല. ഇപ്പോൾ പോലീസിന്റെ കൃത്യമായ ഇടപെടൽ ഇവിടെ സ്ഥലത്തുണ്ടായി, അതുപോലെ തന്നെ സുരക്ഷ ഉണ്ടായിരുന്നു എന്നുൾപ്പെടെയുള്ള വാദങ്ങളായിരിക്കും തീർച്ചയായിട്ടും ആം ആദ്മി പാർട്ടി മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത്. പോലീസിന്റെ കൃത്യമായിട്ടുള്ള ഇടപെടൽ, ഈ ബാദലിന് ചുറ്റും സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു, അതുപോലെ തന്നെ ക്ഷേത്രം ഭാരവാഹികൾ ഉണ്ടായിരുന്നു. ഇത്രയും ആളുകൾ കൂടി നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഈ ഒരു നാരായൺ സിംഗ് ചൗഹാൻ ഈ വെടി ഉതിർത്തത് എന്ന് പറയുന്നത് ശ്രദ്ധേയം തന്നെയാണ്. വെടിയുതിർത്തതിന് തൊട്ട് പിന്നാലെ തന്നെ അദ്ദേഹത്തെ കീഴ്പ്പെടുത്തിയെങ്കിലും ഇപ്പോൾ ഈ ഒരു സുരക്ഷാ സംവിധാനത്തിന്റെ ഒരു മികവ് ഈ ഒരു പരിക്കേൽക്കാതെ രക്ഷപ്പെടുന്നതിനുൾപ്പെടെ സഹായകരമായി എന്നുള്ള വാദം തീർച്ചയായിട്ടും ആം ആദ്മി പാർട്ടി മുന്നോട്ട് വെച്ചേക്കാം. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സംവാദങ്ങളെല്ലാം നമുക്ക് തീർച്ചയായിട്ടും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഈ ഒരു കാര്യത്തിൽ ഈ ആക്രമണം നടന്നത് എന്തുകൊണ്ടാണ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിൽ വ്യക്തത വരുത്താനുണ്ട്. ദാൽ ഖൽസ ഇത്തരത്തിലൊരു ആക്രമണം ആസൂത്രണം ചെയ്ത്, പ്രത്യേകിച്ച് ഇന്നലെ രാവിലെയാണ് അദ്ദേഹം ഈ ഒരു ശിക്ഷാവിധിയുടെ ഭാഗമായിട്ട് അദ്ദേഹം ക്ഷേത്രത്തിന് മുൻപേ എത്തിയത്. ഇന്നലെ 12 മണി മുതൽ 1 മണി വരെ അദ്ദേഹം ശൗചാലയങ്ങളും അതുപോലെ തന്നെ പാത്രങ്ങൾ വൃത്തിയാക്കുന്ന ജോലികൾ ഉൾപ്പെടെ ചെയ്തിരുന്നു. അതിനുശേഷം ഇന്ന് രാവിലെ ശിക്ഷാവിധിയുടെ ഭാഗമായി ആ പ്രവൃത്തികൾ തുടങ്ങുന്നതിന്റെ ഭാഗമായി ക്ഷേത്രത്തിന് മുന്നിൽ കാവൽ നിൽക്കുകയായിരുന്നു. ഇന്നലെ കണ്ട അതേ രൂപത്തിൽ തന്നെ വീൽ ചെയറിൽ, കഴുത്തിൽ പ്ലക്കാർഡുമായി, കയ്യിൽ കുന്തവുമായി ക്ഷേത്രത്തിന് മുന്നിൽ ആ കാവൽ നിന്നുകൊണ്ടിരുന്ന സമയത്താണ് അക്രമി തീർത്തും അപ്രതീക്ഷിതമായി ദാൽ ഖൽസയുടെ പ്രവർത്തകനായിട്ടുള്ള ഈ നാരായൺ സിംഗ് ചൗഹാൻ വെടിയുതിർത്തത്. ഇപ്പോൾ തീർച്ചയായിട്ടും ഈ ദാൽ ഖൽസ എന്ന് പറയുന്ന സംഘടന അത് ഖാലിസ്ഥാൻ അനുകൂല സംഘടനയാണെന്നുള്ള വിവരങ്ങൾ ഉൾപ്പെടെ പുറത്തു വരുന്നുണ്ട്. ഖാലിസ്ഥാൻ വിഭാഗം, പ്രത്യേകിച്ച് രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യയും പിന്നെ ഈ ഖാലിസ്ഥാൻ പിന്നെ കാനഡയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം ഇപ്പോൾ അതിസങ്കീർണമായിട്ട് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യക്കെതിരെയുള്ള പ്രതിഷേധങ്ങളും അതുപോലെ വിഘടനവാദങ്ങളും എല്ലാം ഖാലിസ്ഥാൻ ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ തന്നെയാണ് തീർച്ചയായിട്ടും ഈ ഒരു ആക്രമണ സംഭവം, അതും ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തുണ്ടായിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും BJPക്ക് ഒരു രാഷ്ട്രീയ വിഷയം തന്നെയാണ്. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ, BJP നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ ഈ ഖാലിസ്ഥാനെതിരെ ശക്തമായിട്ടുള്ള നിലപാടെടുത്ത് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അവരുടെ ഒരു വാദം. ഏതായാലും പഞ്ചാബിനെ നടുക്കിക്കൊണ്ട് ഇത്തരത്തിലൊരു വെടിവെപ്പ് ഉണ്ടായിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണങ്ങൾ വരേണ്ടതുണ്ട്. എന്തിനാണ് ഇയാൾ ഇത്തരമൊരു കൃത്യം നടത്തിയത് എന്ന കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. പോലീസ് അന്വേഷണം തുടരുകയാണ്. ഏതായാലും അക്രമി പോലീസ് കസ്റ്റഡിയിലാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്ക്